നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കുഴിച്ച കുഴിയിൽ SFI വീണു എന്നതാണ് ശരി. കേന്ദ്ര സേനയുടെ സുരക്ഷ തനിക്കും രാജ്ഭവനും വേണമെന്ന് നേരത്തെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അത്രത്തോളം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്നുള്ള വിലയിരുത്തലിലാണ് അത് വൈകിയത്. എന്നാൽ കാലിക്കറ്റ് ക്യാമ്പസിലെ സംഭവം വളരെ കൃത്യമായി ഗവർണർ കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു. കേരളത്തിലെ ഗവർണർക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് കേന്ദ്രം പിന്നീട് കൃത്യമായ നിരീക്ഷണം നടത്തി വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നിലമേലിൽ SFI പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. കാലിക്കറ്റ് ക്യാമ്പസിനുള്ളിൽ ഗവർണർ താമസിച്ച ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് SFI പ്രവർത്തകർ എത്തിയത് തന്നെ സുരക്ഷാ വീഴ്ചയായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. അത് പോലീസിന്റെ നിരുത്തരവാദപരമായ സമീപനം മൂലമാണ് അന്നത് സംഭവിച്ചതെന്നായിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. എന്നിട്ടും ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ നൽകാൻ അല്പം വൈകിപ്പിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. എന്നാൽ ഇന്നത്തെ സംഭവം കൊല്ലം നിലമേലിൽ വെച്ച് ഗവർണറുടെ വാഹനത്തിന് സമീപത്തേക്ക് SFI പ്രവർത്തകർ എത്താനിടയായ സാഹചര്യം അത് കേന്ദ്രത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് ഗവർണർ ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി പറഞ്ഞു. കേന്ദ്രം ഉടനടി നടപടിയെടുത്തു. ഗവർണർക്ക് Z+ കാറ്റഗറി സുരക്ഷ ഒരുക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന് എടുക്കാൻ അമാന്തിക്കേണ്ടി വന്നില്ല. അതുമാത്രവുമല്ല, അധികം വൈകാതെ തന്നെ രാജ്ഭവന്റെ സുരക്ഷയും കേന്ദ്രസേന ഏറ്റെടുത്ത കാഴ്ചയാണ് കേരളം കണ്ടത്. 30ഓളം വരുന്ന സായുധ പോലീസിന്റെ സംഘം രാജ്ഭവനിലെത്തുകയും അവിടുത്തെ സുരക്ഷ ഏറ്റെടുക്കുകയും ചെയ്തു. രാജ്ഭവന്റെ സുരക്ഷയും ഗവർണർ ഇനി പോകുന്ന ഇടങ്ങളുടെ എല്ലാം സുരക്ഷയും ഇനി കേന്ദ്രസേനയായിരിക്കും, CRPF ആയിരിക്കും ഏറ്റെടുക്കുക. ഇത് കേരളത്തിന് ഉണ്ടായ വലിയൊരു തിരിച്ചടിയാണ്. കേരളത്തിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ പാളിച്ചയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്ന് പലതവണ കേന്ദ്രത്തിന് വിവരം നൽകിയിരുന്നു ഗവർണർ. ഇപ്പോൾ ഇതാ അത് കേന്ദ്ര സർക്കാരിന് കൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടത്തെ കേരള പോലീസ് സുരക്ഷ ഒരുക്കിയാൽ ഗവർണറുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന ആ വിമർശനം സത്യമാണെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ഗവർണർ തന്നെ നൽകിയ റിപ്പോർട്ട് ശരിയാണെന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ വേഗം ഗവർണർക്ക് Z+ സുരക്ഷ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്തെ നിയമവാഴ്ച തകർന്നിരിക്കുന്നു, സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നിരിക്കുന്നു, സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടമാണ്. സംസ്ഥാന പോലീസിന് ഗുണ്ടകളെയും ക്രിമിനലുകളെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ക്രിമിനലുകളെ പറഞ്ഞുവിടുകയാണ്, ചട്ടം കെട്ടിവിടുകയാണ് കേരളത്തിന്റെ ഗവർണറെ ആക്രമിക്കാനെന്ന അതിരൂക്ഷമായ വിമർശനമാണ് ദിവസങ്ങൾക്ക് മുൻപ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾ എല്ലാം സാധൂകരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഗവർണർക്ക് ചോദിച്ചതിന് തൊട്ടു പിന്നാലെ അതീവ സുരക്ഷ നൽകുക, രാജ്യത്ത് 45 ആളുകൾക്ക് മാത്രം നൽകുന്ന Z+ കാറ്റഗറി സുരക്ഷ കേരളത്തിലെ ഗവർണർക്ക് നൽകുക. ഗവർണർമാരിൽ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന് മാത്രമാണ് ഇത്തരത്തിലുള്ള അതീവ സുരക്ഷയുള്ളത്. അതേ സുരക്ഷ കേരളം പോലൊരു സംസ്ഥാനത്തുള്ള ഗവർണർക്ക് നൽകുക. മുഖ്യമന്ത്രിക്കാൾ സുരക്ഷാ കവചത്തിൽ ഇനി ഗവർണർ പോകുന്ന ഒരു കാഴ്ച. ഇനി ഗവർണറെ തടയുന്നതിനോ ഗവർണർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരം നടത്തുന്നതിനോ SFIക്കോ അല്ലെങ്കിൽ DYFIക്കോ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നടത്താൻ പറ്റും, പക്ഷെ നടത്തിയാൽ രാജ്യത്തിന്റെ നിയമ സംവിധാനം അനുസരിച്ച്, നിയമവാഴ്ച അനുസരിച്ച് അവർക്കെതിരെ കടുത്ത നടപടിയെടുക്കാൻ നിയമമുണ്ടാകും. കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്കെതിരെയുള്ള കേസുകൾ മുന്നോട്ട് പോവുക. എത്രത്തോളം SFI പ്രവർത്തകർ ഇനി അഴിക്കുള്ളിലായി ഇത്തരത്തിൽ സമരം ചെയ്യാൻ മുന്നോട്ട് വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇനി ഗവർണറുടെ സുരക്ഷാ സംവിധാനത്തിലേക്ക് കടന്നു കയറിയാൽ ഏത് തരത്തിൽ വേണമെങ്കിലും കേന്ദ്രസേനയ്ക്ക് പ്രതിരോധിക്കാം, പ്രതികരിക്കാം. SPG കഴിഞ്ഞാൽ രാജ്യത്തെ രണ്ടാമത്തെ സുരക്ഷാ സംവിധാനമാണ് ഈ പറയുന്ന Z+ കാറ്റഗറി. സുരക്ഷാ മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഗവർണർക്ക് NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ സേവനം ആവശ്യപ്പെടാം. ആ സാഹചര്യത്തിൽ NSG കമാൻഡുകളും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വേണമെങ്കിൽ സുരക്ഷ ഒരുക്കും. അത്തരത്തിൽ അതീവ സുരക്ഷാ വലയത്തിൽ പോകുന്ന ഗവർണർക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഇനി സമരവുമായി മുന്നോട്ട് പോയാൽ അത് ആത്മഹത്യാപരമായിരിക്കും.
നേരത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേട്ടു, ഇനി ഏത് സുരക്ഷ ഒരുക്കിയാലും ഞങ്ങൾ ഗവർണറെ കരിങ്കൊടി കാണിക്കും, ഗവർണർ പോകുന്ന വാഹനത്തിലേക്ക് ചാടി വീഴും, ഗവർണറെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന്. അങ്ങനെ പാഠം പഠിപ്പിക്കാൻ പോയാൽ പിന്നെ ആ പാഠം പഠിപ്പിക്കാൻ പോകുന്നവന്റെ ജീവിതം അധോഗതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനപ്പുറം മറ്റൊന്നുമില്ല. ഇനി ഇതിന്റെ നൂലാമാലകൾ, നിയമപരമായ നടപടിക്രമങ്ങളൊക്കെ തന്നെ മാറുകയാണ്. ഇനി ഗവർണറെ തടയാൻ SFI ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗവർണർ പോകുന്ന വഴിയിൽ ബാനറുകൾ കെട്ടി കരിങ്കൊടി കാണിക്കാൻ ചാടി വീഴുകയാണെങ്കിൽ ഗവർണറുടെ ജീവന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ആ കേന്ദ്രസേനയുടെ കമാൻഡോകൾക്ക്, കേന്ദ്രസേനയുടെ ഭടന്മാർക്ക് ആയുധം ഉപയോഗിക്കാം, അവർക്ക് വേണമെങ്കിൽ നിറയൊഴിക്കാം, അതിനൊക്കെയുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ അവർക്ക് പാലിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളം ഏത് അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഗവർണറുടെ ജീവനെ സംരക്ഷിക്കുക എന്നതാണ് കേന്ദ്രസേനയെ അല്ലെങ്കിൽ ഈ കമാൻഡോ സംഘത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതവർക്ക് നിർവഹിച്ചേ തീരൂ. അതിനവർ ലാത്തിയായിരിക്കില്ല എടുക്കുന്നത്. അവരുടെ കയ്യിൽ അതിന് അനുസരിച്ചുള്ള ഏറ്റവും അത്യാധുനികമായ ആയുധങ്ങളുണ്ട്. കേവലം ലാത്തി എടുത്തുകൊണ്ട് ഒന്ന് തലോടുക മാത്രമായിരിക്കില്ല കേന്ദ്രസേന ചെയ്യുക. അതിനപ്പുറം അവർ പ്രയോഗിക്കുക അവരുടെ കയ്യിലുള്ള ആയുധങ്ങളായിരിക്കും. ജീവൻ പോലും അപകടത്തിലാകുന്ന അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ SFI പ്രവർത്തകർക്ക് നേരിടേണ്ടി വരിക. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാന്യമായി ഈ സമരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് ഈ SFI സഖാക്കൾക്ക് നല്ലത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ കറുത്ത ഡ്രസ്സ് ധരിച്ച് ആരും നിൽക്കാൻ പാടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി പോകുന്ന വഴിയുടെ 7 അയലത്ത് ആ കറുത്ത ഡ്രസ്സോ വെള്ള വസ്ത്രമോ ധരിച്ചാരും നടക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഗവർണർ പ്രതിഷേധത്തിന് നേരെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ പ്രകോപിതനാകുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഗവർണറെ ഇത്തരത്തിൽ ആക്ഷേപിക്കുന്നത്. ഈ പോലീസുകാർ ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നത് 100% ശരിയാണ്. നിലമേലിൽ SFI പ്രവർത്തകർ രാവിലെ മുതൽ തമ്പടിച്ചത് ഗവർണറെ കരിങ്കൊടി കാണിക്കാനാണെന്നും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാനാണെന്നും അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ആ സമരക്കാരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസ് തയ്യാറായില്ല? പോലീസർ എന്തുകൊണ്ടാണ് ഈ സമരക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുത്തത്? അതേസമയം മുഖ്യമന്ത്രി പോയ ആ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും യുവമോർച്ച പ്രവർത്തകരെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാരടക്കം ആക്രമിച്ചത് നമ്മൾ മാധ്യമങ്ങളുടെ കണ്ടതല്ലേ? കമ്പിവടിയും മുളവടിയും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു ആ രാഷ്ട്രീയ പ്രവർത്തകരുടെ. അപ്പോൾ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല, മുഖ്യമന്ത്രിക്ക് നേരെ ആരും പ്രതിഷേധിക്കാൻ പാടില്ല, മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ ആരും നിൽക്കാൻ പാടില്ല, മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ എല്ലാവരും ഓടി ഒളിക്കണം എന്ന് പറയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തുന്ന സർക്കാരാണ് ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ വന്നപ്പോൾ അതിനെ ആക്ഷേപിക്കുന്നത്. ഗവർണറെ SFI പ്രവർത്തകർക്ക് ഗവർണറെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഗവർണറുടെ അടുത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ഗവർണറെ കരിങ്കൊടി കാണിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കേരള പോലീസ് ആണെന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇത് കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്രം അടിയന്തരമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. എന്തായാലും കേരള പോലീസിന്റെ പൊള്ളത്തനം, കേരള പോലീസിന്റെ കെടുകാര്യസ്ഥത, കേരള പോലീസിന്റെ കഴിവില്ലായ്മ ഒരിക്കൽ കൂടി ദേശീയ തലത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു. കേരള പോലീസിന് കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ കേന്ദ്രസേനയെ കേന്ദ്രം നിയോഗിച്ചതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചിലപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്തായിരിക്കാം കേരള പോലീസ് ഈ സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ ചില വീഴ്ചകൾ വരുത്തിയത്. എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ ഗവർണർ പോലും സുരക്ഷിതനല്ല എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന വളരെ നെഗറ്റീവായ ഒരു റിവ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന പോലീസിന് വലിയൊരു തിലകക്കുറിയായി മാറിയിരിക്കുകയാണ് കേന്ദ്രസേന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരള പോലീസിനെ കൊണ്ട് കഴിവില്ലാത്തത് കൊണ്ട് ഗവർണറുടെ സുരക്ഷ കേന്ദ്രം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഇനി എല്ലാവർക്കും പറയാം. എന്തായാലും കേരളം, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് പിണറായി വിജയൻ, SFI ഒക്കെ ക്ഷണിച്ചു വരുത്തിയ ഒരു പാരയാണിത്. മര്യാദയ്ക്ക് ഗവർണർക്കെതിരെയുള്ള സമരം നേരത്തെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല. ഗവർണർ വിട്ടുകൊടുക്കുന്ന മനോഭാവമുള്ള ആളല്ല എന്നുള്ളത് ഇവർക്കറിയാം.
കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സങ്കീർണതയിലേക്ക് എത്തിക്കുകയാണ് എസ് എഫ് ഐ നിയന്ത്രിക്കുന്ന ഈ പാർട്ടിയും. എന്തായാലും ഇനി മുതൽ ഗവർണറെ തെരുവിൽ തടയുന്നത് ഒന്ന് കാണണമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വെല്ലുവിളിക്കുകയാണ്. തെരുവിൽ തടഞ്ഞു നോക്കൂ, അപ്പോൾ കാണാം എന്തായിരിക്കും അതിന്റെ പ്രത്യാഘാതമെന്ന്. ഓ